ഹായ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും ഈ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പ്ലം കേക്കിൻ്റെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്നും ഞാൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇത് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിലാണ് നമുക്ക് കാരമൽ സിറപ്പ് വേണ്ടത്. പഞ്ചസാര മെൽറ്റായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കരിഞ്ഞു പോകാതെ നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട പിടിച്ച പോലെ ആവും. അത് അങ്ങനെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുകയും ചെയ്തോളും. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഇങ്ങനെ പതഞ്ഞ് പൊന്തി തീർക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വിട്ട് നിന്ന് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പാന് നന്നായിട്ട് ചൂടായി ഇരിക്കുന്നത് കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ തെറിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. കാരമൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലോട്ട് എടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ടാണ് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. പിന്നെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയും ചെയ്യണം. കേക്കിനായിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ കുറച്ച് ഈത്തപ്പഴം, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിരിക്കുന്നത് ഹോം മെയ്ഡ് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. ഇതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതുപോലെ മൈദപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കേക്കിൻ്റെ മിക്സറിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ അടഞ്ഞു പോവാതെ മുകളിലും ഒക്കെ ആയിട്ട് എല്ലാ ഭാഗത്തും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയിൽ ഒരു 4 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട എന്നൊക്കെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പൊടിച്ച് വെച്ച പഞ്ചസാരയും ബട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലോട്ട് 2 കോഴിമുട്ട ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അടിച്ച് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. കോഴിമുട്ടയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒന്നായിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്കിത് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. പിന്നെ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് നമ്മൾ ഓവൻ ഇല്ലാതെയാണ്. അങ്ങനെ പൊടികൾ മുഴുവനായും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നേരത്തെ കുറച്ച് ടൈറ്റായിട്ട് നിന്നിരുന്ന ബാറ്റർ ഇപ്പം നമ്മൾ കാരമൽ ചേർത്തപ്പോൾ അത്യാവശ്യം ലൂസായി വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ളൊരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പാന് ഞാൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിച്ചൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, പിന്നെ ഉണക്കമുന്തിരി, അങ്ങനെയൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ. പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഞാനൊരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഹോൾസ് ഉണ്ടാകും. അത് ഞാനൊരു പേപ്പർ വെച്ച് അടച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 25 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 25 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല പ്ലം കേക്ക് തയ്യാറാക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.